ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഇതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് പിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്കതിൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എഴുതാം. വർക്ക് ഡൺ W എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. എഫ് ഡോട്ട് ഡി. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ഡി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡി കോസ് തീറ്റ എന്ന് എഴുതാം. നമ്മൾ +1 വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ഡോട്ട് ഡി ആണ് വർക്ക്. അതിന് നമുക്ക് എന്ത് എഴുതാം? എഫ് ഡി കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നമുക്ക് നോക്കാം, ഈ പി തൊട്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് ഓഫ് പാത്തിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ചെറിയൊരു ലെങ്തിനെ നമുക്ക് DR എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്തിനെ നമ്മൾ ചെറിയ ചെറിയ സെഗ്മെൻ്റ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ആ ഒരു ചെറിയ സെഗ്മെൻറ്റിൻ്റെ ലെങ്തിനെ നമുക്ക് DR എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ചെറിയൊരു സെഗ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നടന്നത് എന്താണ്? ചെറിയൊരു വർക്കാണല്ലേ. അപ്പോൾ ചെറിയൊരു വർക്കാണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് DW എന്ന് കൊടുക്കാം. ചെറിയൊരു വർക്ക് ഡൺ ആണ് അവിടെ നടന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എഴുതാം ഇവിടെ എഫ് അതുപോലെ എഴുതാം. ഡി ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ് ഉണ്ടായത്? DR എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടായത്. അപ്പോൾ FDR കോസ് തീറ്റ. മനസ്സിലായല്ലോ? ഒരു DR എന്ന് പറയുന്ന ചെറിയൊരു സെഗ്മെൻറ്റിൽ ഉണ്ടായ ചെറിയ വർക്ക് ഡൺ ആണ് നമ്മൾ എഴുതിയത്. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താണ് എഴുതിയത്. DW എന്ന് പറയുന്നത് എന്താണ്? FDR കോസ് തീറ്റ. എഫ് എന്ന് പറയുന്ന ഫോഴ്സ്, DR എന്ന് പറയുന്നത് ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, കോസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഈ തീറ്റ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കറിയാം, തീറ്റ എന്ന് പറയുന്നത് ഈ എഫിൻ്റെയും DRൻ്റെയും ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇതൊരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. എന്നാൽ ഈ ചാർജ് ഇങ്ങോട്ടല്ലേ ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത്? പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്തണ്ടേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ്? ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എഫും DRും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ FDR കോസ് 180. കോസ് 180യുടെ വാല്യൂ നമുക്കറിയാം. കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ -1 കൊടുക്കുമ്പോൾ FDR ഇൻറ്റു -1 അല്ലേ. അപ്പോൾ നമുക്ക് -FDR എന്ന് കിട്ടി. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ വർക്ക് ഡൺ ആണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് W ആക്കാം. നമുക്കറിയാം, ചെറിയ സെഗ്മെൻറ്റിനെ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇൻ്റഗ്രേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻസ് ഇടാം. ഇൻ്റഗ്രൽ FDR. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഡൺ ഈക്വൽ ടു -ഇൻ്റഗ്രൽ FDR. എവിടം തൊട്ട് എവിടം വരെയാണ്? ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും R എന്ന് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ -ഇൻഫിനിറ്റി ടു R FDR. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നമ്മുടെ ആ ഡെഫിനിഷനിൽ തന്നെ പഠിച്ചു. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യലിന് നമുക്ക് എന്ത് കൊടുക്കാം? V എന്ന് കൊടുക്കാം. അപ്പോൾ ഈ W വർക്ക് ഡൺ മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം? V എന്ന് കൊടുക്കാം.
കാരണം വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ വി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ എഫ് ഡി ആർ. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എഫ് ഈക്വൽ ടു ക്യു ഇ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ക്യു എന്ന് പറയുന്ന ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ആണ്. അതിൻ്റെ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഈ എഫിൻ്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കാം, ക്യു ഇയെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ ക്യു ഇ ഡി ആർ. ഓക്കെ, ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ് അല്ലേ. ക്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടുത്തെ ക്യൂവിന് പകരം എന്തിട്ട് കൊടുത്താൽ മതി, 1 എന്ന് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 1 എന്ന് പറയുമ്പം വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല, ഇങ്ങനെയായി മാറും. വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻഫിനിറ്റി ടു ആർ ഇ ഡി ആർ എന്ന് കിട്ടും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ ഇ ഡി ആർ എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ട ഒരു റിസൾട്ടാണ്. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിക്കഴിഞ്ഞു മൈനസ് ഓഫ് ഇൻഫിനിറ്റി ടു ആർ ഇ ഡി ആർ എന്ന് കിട്ടി. നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ആർ എഫ് ഡി ആർ എന്ന് എഴുതി. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയാണ് പൊട്ടൻഷ്യൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, എഫ് ഈക്വൽ ടു ക്യു ഇ എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എടുത്തെഴുതാം. വി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ ഇ ഡി ആർ. നമ്മൾ ഇയുടെ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. ഇ ഈക്വൽ ടു 1/4πε0 Q/r². നിങ്ങൾ റെഫർ ചെയ്യുക, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇയുടെ ഫോർമുല 1/4πε0 Q/r². നമ്മൾ ഈ വാല്യൂവിനെ എടുത്ത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ 1/4πε0 Q/r². പിന്നെന്തുണ്ട്, ഡി ആർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കോൺസ്റ്റന്റ് ടേംസിനെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരാം. മൈനസ് 1/4πε0 പുറത്ത് വരും, അതുപോലെ ക്യൂവും പുറത്ത് വരും. ബാലൻസ് ഉള്ളത് ഇൻഫിനിറ്റി ടു ആർ 1/r² ഡി ആർ. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഒരു റിസൾട്ടാണ് ഇൻ്റഗ്രൽ 1/r² എന്ന് പറയുന്നത് മൈനസ് 1/r ആണ്. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടാണ് ഇൻ്റഗ്രൽ 1/r² എന്ന് പറയുന്നത് മൈനസ് 1/r ആണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഈക്വൽ ടു മൈനസ് 1/4πε0 ക്യൂ ഉണ്ട്. ഇവിടുത്തെ റിസൾട്ട് ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് 1/r ആണ്. പിന്നെ നമ്മൾ ലിമിറ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കണം, ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, നമുക്കിത് ഒന്നും കൂടി ഇങ്ങോട്ട് എഴുതാം. വി ഈക്വൽ ടു മൈനസ് 1/4πε0 ക്യൂ. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് 1/r എഴുതി, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ഇൻഫിനിറ്റി ടു ആർ. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ അപ്പർ ലിമിറ്റ് ആദ്യം ഇട്ട് കൊടുക്കും, മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ആർ ഉള്ളിടത്ത് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും, മൈനസ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം, ആറുള്ളിടത്ത് എന്തിട്ട് കൊടുക്കുക, ലോവർ ലിമിറ്റായ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇട്ട് നോക്കാം. മൈനസ് 1/4πε0 ക്യൂ. നമുക്ക് ഈ മൈനസിന് വേണമെങ്കിൽ നമുക്ക് പുറത്ത് കൊണ്ടുവരാം. ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പോസിറ്റീവായി. അപ്പോൾ ബാലൻസ് ഉള്ളത് 1/r ആണ്. നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പം ആറിൻ്റെ പ്ലേസിൽ 6 തന്നെയാണ്, അപ്പോൾ മാറ്റമില്ല, 1/r. പിന്നെ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു,
1/r പ്ലേസിൽ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ലോവർ ലിമിറ്റാണ് ഇൻഫിനിറ്റി. നമുക്കറിയാം 1/∞, ഏതൊരു നമ്പറിനെയും ഇൻഫിനിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ക്യാൻസൽ ആയിപ്പോയി, 0 ആയിപ്പോയി. ബാലൻസ് വരുന്നത് 1/4πε0 Q/r. അപ്പോൾ വി എന്ന് പറയുന്നത് 1/4πε0 Q/r. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് വി എന്ന് പറയുന്നത് 1/4πε0 Q/r. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ വിക്ക് നമ്മൾ പഠിച്ച ഫോർമുലയെല്ലാം നമുക്കൊന്ന് എഴുതാം. വി ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ പഠിച്ചത് W/Q, അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ചാർജ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വിക്ക് മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, വി ഈസ് ഈക്വൽ ടു -∫ എന്ന് പഠിച്ചു. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പഠിച്ചു. നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചു. ഇനി നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചു വി ഈസ് ഈക്വൽ ടു 1/4πε0 Q/r. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 ഫോർമുല നമ്മൾ പൊട്ടൻഷ്യലിന് വേണ്ടി പഠിച്ചു. ഇനി നമുക്കൊരു കാര്യം, ഒരു പോയിന്റും കൂടെ നമുക്ക് ആലോചിക്കാം. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ, ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എത്രയാണ്? നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ആറിൻ്റെ പ്ലേസിൽ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കാം. ഈ ഇക്വേഷനിൽ ആറിൻ്റെ പ്ലേസിൽ ഇൻഫിനിറ്റി ഇടുമ്പോൾ എന്ത് വരും? Q/∞ എന്ന് വരും. ഏത് നമ്പർ ആണെങ്കിലും ഏത് വാല്യൂ ആണെങ്കിലും /∞ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പം ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വിയുടെ ഫോർമുല നമ്മൾ എന്തൊക്കെ പഠിച്ചു? വർക്ക് ബൈ ക്യൂ എന്ന് പഠിച്ചു. വി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പഠിച്ചു. വി ഈക്വൽ ടു 1/4πε0 Q/r എന്ന് പഠിച്ചു. ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ 1-2 പോയിന്റ്സും കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് ആണെന്ന് പറഞ്ഞു. ഒരു പോയിന്റും കൂടി നമുക്ക് ഈ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പോയിന്റും കൂടി പറയാം. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1/4πε0 Q/r. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു നെഗറ്റീവ് ചാർജിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 -Q/r ആയിരിക്കും. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ +Q ചാർജിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. -Q ചാർജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. ഇതോടുകൂടി പാർട്ട് 2 വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.